നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ബൽറാമ കൈമളാണ്. അദ്ദേഹം ഒരു ഗവേഷകനാണ്. അദ്ദേഹത്തിനോട് നമുക്ക് സാർ എന്തിലൊക്കെയാണ് ഗവേഷണം ചെയ്യുന്നത്? നമസ്കാരം. രസമുള്ള ചോദ്യമാണ്. അക്കാഡമിക്സാണ് വിഷയം. പലപ്പോഴും ഇവിടെ ഈ ചാനലിൽ ജിയോ പൊളിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചരിത്രമൊക്കെയാണ് ചർച്ച ചെയ്തേക്കുന്നത്. എൻ്റെ ഗവേഷണം എന്നുള്ളൊരു വിഷയം ആദ്യമായിട്ട് ചോദിക്കപ്പെടുകയാണ്. ഞാൻ പ്രധാനമായിട്ടും മോളിക്കുലാർ ബയോളജിയാണ് ഗവേഷണം ചെയ്യുന്നത്. ആധുനികമായിട്ടുള്ള ഗവേഷണങ്ങളിൽ ജീവശാസ്ത്രത്തിലെ ഒരു സുപ്രധാനമായ ഏരിയയാണ് മോളിക്കുലാർ ബയോളജി. അതിൽ തന്നെ ചില രോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ രോഗകാരണങ്ങൾ, അല്ലെ രോഗത്തിനൊരു മരുന്ന് കൊടുക്കുമ്പോൾ ഈ മരുന്ന് ആക്ട് ചെയ്യുന്ന മെക്കാനിസം, ഇതൊക്കെ കോശങ്ങളിൽ എങ്ങനെ സംഭവിക്കുന്നു, ഇതാണ് ആ മോളിക്കുലാർ ബയോളജി പഠനങ്ങൾ. അപ്പം ഞാൻ പ്രധാനമായിട്ടും പഠനം നടത്തുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്ന് ബ്രെയിൻ സ്ട്രോക്കാണ്, പക്ഷാഘാതം, മസ്തിഷ്കാഘാതം എന്നൊക്കെ പറയും. ആൾക്കാർക്ക് ഹെമറേജ് കൊണ്ടോ അല്ലെങ്കിൽ തലച്ചോറിൽ രക്തക്കൊഴലിൽ ബ്ലോക്ക് ഉണ്ടായിട്ടോ ഒക്കെ പക്ഷാഘാതം സംഭവിക്കാം. ഈ അവസ്ഥയിൽ തലച്ചോറിലെ കോശങ്ങൾ മൃതമാകും, നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് ചലനശേഷി നഷ്ടപ്പെടാം, ശാരീരികമായിട്ടുള്ള പല നമ്മുടെ അവസ്ഥകൾക്ക് ഭംഗം വരാം. ഇങ്ങനെയൊക്കെ വരുന്ന പക്ഷാഘാതം അത് ഒരു പ്രധാന ഏരിയയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഏതാണ്ട് 2010 ഞാൻ US റിസർച്ച് ചെയ്യുന്ന കാലം തൊട്ടിട്ട് അന്ന് എടുത്തേക്കുന്ന ഒരു ഏരിയയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മനുഷ്യനെ അല്ല, പകരം എലികളെയാണെന്ന് മാത്രം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ബ്രെയിൻ എടുക്കണം. അപ്പം മനുഷ്യൻ ഇന്ന് ബ്രെയിൻ എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ബ്രെയിനിൽ എന്താ ആക്ഷൻ ഉണ്ടായി എന്ന് നമുക്ക് നോക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിന് പിന്നെ മറ്റൊന്ന് സ്പൈനൽ കോഡിന് ഉണ്ടാകുന്ന ഇഞ്ചുറി, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ നാനോ ടെക്നോളജി ഏരിയയിൽ കുറച്ച് ഗവേഷണം ചെയ്തിട്ടുണ്ട്. റീജനറേറ്റീവ് മെഡിസിൻ, അതായത് കോശങ്ങളുടെയും കോശകലകളുടെയും പുനരുജ്ജീവനം തുടങ്ങിയിട്ടുള്ള ഏരിയകൾ. ഇങ്ങനെ 3-4 ഏരിയാസിലാണ് പ്രധാനമായിട്ട് ഗവേഷണം ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ്, നമ്മൾ ബ്രെയിനിലേക്ക് നമുക്ക് ഇമ്പൾസസ് കൊടുക്കാനുള്ള ഒരു മെക്കാനിസം, അത് പലപ്പോഴും തലയോട്ടി വരുന്ന അതിനകത്തേക്കൊരു ഇലക്ട്രോഡ് ഇറക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതൊരു ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് എൻ്റെ ലാബിൽ തന്നെ ഒരിക്കൽ ഡെവലപ്പ് ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥി എൻ്റെ അടുത്ത് അയാളുടെ പ്രൊജക്റ്റ് പഠനത്തിന് വേണ്ടി വന്നപ്പോൾ അന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അത് ഞാൻ അപ്ലൈ ചെയ്ത ആദ്യത്തെ പേറ്റൻറ്റും അതാണ്. അങ്ങനെ പിന്നെ കോവിഡ് സമയത്ത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് റിസർച്ചും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല ഏരിയകളിലാണ്. ഈ റീസെൻ്റായിട്ട് ഏറ്റവും അടുത്ത കാലത്ത് ചെയ്തത് പാൻക്രിയാസിൻ്റെ റീജനറേഷനാണ്. പാൻക്രിയാസ്, നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പുനരുജ്ജീവനമാണ് അടുത്ത കാലത്ത് ചെയ്ത വർക്കുകളിലൊന്ന്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ബ്രെയിൻ സ്ട്രോക്ക് എന്നുള്ള ഏരിയ ഞാൻ പറഞ്ഞല്ലോ. ബ്രെയിൻ സ്ട്രോക്കിൽ പലപ്പോഴും മരുന്നുകൾ, അത് ആധുനികമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ പരീക്ഷിക്കും. പക്ഷേ നമ്മുടെ പാരമ്പര്യങ്ങളിൽ തന്നെ ചില മരുന്നുകൾ ഉണ്ട്. അതായത് ഇന്ത്യൻ മെഡിസിൻസ് എന്ന് പറയുന്ന, നമ്മുടെ ആയുഷ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന കുറച്ച് ചികിത്സാശാസ്ത്രങ്ങളുണ്ട്. ആയുർവേദം, സിദ്ധ മെഡിസിൻ, യുനാനി തുടങ്ങിയിട്ടുള്ള എല്ലാം അതിനകത്ത് വരും. അതിൽ സിദ്ധ മെഡിസിൻ എന്ന് പറയുന്ന ഏരിയയിൽ ചില മെഡിസിൻസ് ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിദ്ധയിൽ പറയുന്ന ചണ്ഡമാരുത സിന്ദൂരം എന്നൊരു മരുന്ന്, അതിനെക്കുറിച്ചുള്ള ഗവേഷണം ഞാൻ നോക്കിയതിൽ, പഠനം നടത്തിയതിൽ ഒരെണ്ണമാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ സിദ്ധ ഇതിൽ നമുക്ക് ആയോധന കലകളൊക്കെ അതിലുണ്ടാവില്ല. സിദ്ധ എന്ന് പറയുന്നത് വളരെ ഒരു വിശാലമായ, നമ്മൾ ആയുർവേദം എന്ന് പറയുമ്പോൾ പലപ്പോഴും അവിടെ ചികിത്സ മാത്രമേ വരുന്നുള്ളൂ. സിദ്ധ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് കുറച്ച് ഏരിയാസിലേക്കും കൂടെ പോകുന്നുണ്ട്. അത് ഉദാഹരണത്തിന് അതിനകത്ത് മെറ്റലർജി ധാരാളം വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിദ്ധവൈദ്യൻ ഒരു പരിധി വരെ നല്ലൊരു കൊല്ലപ്പണിക്കാരനും കൂടി ആയിരിക്കാം. ഇല്ലെങ്കിൽ പണ്ടത് ഡെവലപ്പ് ചെയ്തു വന്നവരിൽ അങ്ങനെയുള്ളവരുണ്ടാവാം. വിശ്വകർമ്മജരുടെ ഒരു സംഭാവന അതിനകത്ത് ഉണ്ടാവണം എന്ന് വേണം പറയാൻ, സിദ്ധ മെഡിസിൻ ഡെവലപ്പ് ചെയ്തു വന്നവരിൽ. അതിൽ ശില്പശാസ്ത്രം അറിയാവുന്നവർ, ലോഹശാസ്ത്രം അറിയാവുന്നവർ, ഇങ്ങനെ പല ആൾക്കാരുമുണ്ട്. അതുപോലെ ആയോധനകൾക്ക് അതിനകത്ത് ബന്ധമുണ്ട്. സത്യം പറഞ്ഞാൽ സിദ്ധ മെഡിസിൻ്റെ ഒരു പാർട്ട് പോലെയാണ് പലപ്പോഴും കളരിയെ. ഇത് എനിക്ക് എന്നെപ്പോലെ ഒരാൾ നോക്കുമ്പോൾ പലപ്പോഴും നിരീക്ഷിക്കുമ്പോൾ കാണുന്നതാണ്. കാരണം ആയോധന കലകൾ അതിനകത്തുണ്ട്. കേരളം, തമിഴ്നാട്, തുളുനാട്, ശ്രീലങ്ക, ഈ 4ഇടത്തും കളരികളുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പം തുളുനാട് കളരികൾ വളരെ ഫേമസ് ആണ്. തമിഴ്നാട്ടിൽ കളരികൾ പണ്ട് തന്നെയുണ്ട്. ശിലമ്പം, കുത്തുവരിശി എന്നുള്ള സംഘസാഹിത്യത്തിലെ പദങ്ങളൊക്കെ അന്നത്തെ കളരി ആയോധന കലകളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഈഴം എന്നറിയപ്പെടുന്ന ഉത്തര ശ്രീലങ്ക, അവിടെയും കളരികളുണ്ട്, ഇന്നുമുണ്ട്. വളരെ ലൈവായിട്ടുള്ള കളരികൾ അവിടെയുണ്ട്. കേരളത്തിലുമുണ്ട്. തുളുനാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല, പക്ഷേ കേരളത്തിൽ ധാരാളം കളരികൾ ഇപ്പോഴുള്ളത് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഈ കളരി ചികിത്സ എന്ന് പറയുന്നത് പോലും സിദ്ധപാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ നമ്മൾ നാട്ടു ചികിത്സ എന്ന് പറയണ പലതും തന്നെ സിദ്ധപാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ഒരുപക്ഷെ ഞാനീ പറഞ്ഞ ഡിബേറ്റബിൾ ആയിരിക്കാം എങ്കിൽ പോലും നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് സിദ്ധയ്ക്ക് പ്രാധാന്യം കൂടുതൽ, ആയുർവേദം എന്നുള്ളതിനെ കൂടുതൽ സിദ്ധയെ വേണം അവിടെ നമ്മൾ പരിഗണിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. പക്ഷേ ഈ കളരി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വടക്കം പാട്ടുകളിലൊക്കെ കളരിയെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അതിൽ സ്ത്രീ പ്രധാനം ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് വളരെയധികം. കാരണം കളരി ഒരു സവിശേഷമായ സാധനമാണ്. ഒന്ന്, കളരി തന്നെ ഒരു ചികിത്സാ ശാസ്ത്രമാണ്, ഒരു ആയോധന കലയാണ്. അത് പ്രതിരോധിക്കാനാണ്, യുദ്ധം ചെയ്യാനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോൾ ചികിത്സ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, പണ്ട് ആൾക്കാർ യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിനിടെ ആൾക്കാർക്ക് അസ്ഥിക്ക് പരിക്കേൽക്കും, അസ്ഥി ഒടിഞ്ഞെന്ന് വരും, എല്ലുകൾക്ക് ഇത് ഉള്ള ഭംഗം, അതുപോലെ തന്നെ മസിൽസിന് വരുന്ന ചതവ്, അതുപോലെ ലിഗമെൻറ്റ്സ്, ടെൻഡൻസ്, ഇതൊക്കെ ബ്രേക്ക് ആവുക, ഇങ്ങനെ പല കാര്യങ്ങളും വരാം. ഒരു യുദ്ധം ഒത്തിരി ആഘാതങ്ങളൊരു ശരീരത്തിൽ സൃഷ്ടിക്കും. ഇത് ചികിത്സിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു പരിധിവരെ കളരി വൈദ്യന്മാരും കൂടിയാണ്. കളരി ചികിത്സ അറിയാവുന്ന ആൾക്കാരാണ്. പഴയ കളരികളുള്ള തറവാടുകൾ, അവർക്ക് അതിനകത്ത് 3 കാര്യങ്ങളുണ്ടാകും കളരി എന്ന് പറയുമ്പോൾ. ഒന്ന് ആയോധനം എന്ന് പറയുന്നത്, 2 മാന്ത്രികം, 3 വൈദ്യം. കാരണം കളരികളിൽ കളരി ദൈവങ്ങളെ കുടിയിരുത്തുന്നു, അവരുടെ ആരാധനകൾ മാന്ത്രികം എന്നുള്ളൊരു അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം, അല്ലെങ്കിൽ ആരാധന ഭാഗം അവിടെയുണ്ട്. പിന്നെ വൈദ്യം, കാരണം ഇതിൽ പരിക്കുകൾ ഉറപ്പാണ്. അപ്പോൾ ആ നിലയ്ക്ക് ചികിത്സിക്കുക എന്നുള്ളവിടെ ചെയ്തേ പറ്റുള്ളൂ, പലതരത്തിലുള്ള ചികിത്സാ രീതികൾ. അപ്പോൾ നോർമലി നമ്മൾ ആയുർവേദത്തിലൊക്കെ കാണാത്ത പല ചികിത്സാ രീതികളും നമ്മൾ കളരി കണ്ടുവന്ന് വരും. ഇത് കളരിയുടെ ഒരു പാർട്ടാണ്. അപ്പം കേരളം എന്ന് പറയുമ്പം കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും കളരി ഉണ്ടായിരുന്നു. അങ്ങനെയാണ്, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും കളരി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരുതപ്പെട്ട എല്ലാ സമൂഹങ്ങളും കളരി പഠിച്ചിരുന്നു. പ്രധാനമായിട്ട് ഇപ്പം കളരികൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നവർ കൂടുതൽ നായർ തറവാടുകൾ, അതുപോലെ തന്നെ ഈഴവ, തീയ സമുദായങ്ങളുടെ തറവാടുകൾ, ഇവരെല്ലാം ഒത്തിരി പേര് കളരിയുള്ളവരുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്ന് എല്ലാ ഗ്രാമങ്ങളിലും പൊതുവിൽ കളരികളുണ്ടായിരുന്നത് നായർ സമുദായത്തിനാണെങ്കിൽ നിരവധി കളരികൾ ഈഴവർക്കും തീയർക്കുള്ളതായിട്ടും കൂടെ കാണാം. ഇന്നത്തെ പുതിയ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കളരികൾ നിലനിർത്തുന്നത് തന്നെ ഈഴവരും തീയരുമൊക്കെയാണ്. നമ്പൂതിരിമാരും കളരി അഭ്യസിക്കുന്നവരുണ്ട്. പൂമുള്ളി ആറാം തമ്പുരാനൊക്കെ നല്ലൊരു കളരി അഭ്യാസിയും കളരി ഗുരുവുമായിരുന്നു. അതുപോലെ തന്നെ ദളിത് സമുദായങ്ങൾക്കും കളരികളിലായിട്ട് കേട്ടിട്ടുണ്ട്. ആദിവാസികൾക്കാണെങ്കിലും അവരുടെ ആയോധന മുറകൾ ഇവിടെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വൈദ്യം ചേർത്തുള്ള ആയോധന മുറകൾ എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഇത് കേരളമായിട്ടുള്ള ഇതിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ, മറ്റൊന്ന്, സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള സമൂഹമാണ് കേരളം. കാരണം സ്ത്രീ പ്രാധാന്യ സമൂഹങ്ങളുടെ ഗോത്രങ്ങളാണ് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ. മരുമക്കത്തായ കാലം, അവിടെ സ്വത്തിൻ്റെ അധികാരികൾ സ്ത്രീകളാണ്, കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സ്ത്രീകളാണ്. സ്വാഭാവികമായിട്ടും അവർ കളരി അഭ്യാസികളും കൂടിയായി വരുന്നുണ്ട്. ഒറ്റയ്ക്ക് നടക്കാൻ ഒരു പേടിയില്ലാത്ത സ്ത്രീകളുടെ നാടായിരുന്നു കേരളം. അവർ നല്ല അഭ്യാസികളും കൂടിയായിരുന്നു. അവർ എതിരാളിയെ അവർ പ്രതിരോധിക്കുമായിരുന്നു. നമ്മൾ കേരളത്തിൻ്റെ ഇന്നത്തെ കേരളത്തിൽ കളരിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഉണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി കുടുംബങ്ങളിൽ കൊച്ചു പെൺകുട്ടികൾ കളരി പഠിക്കാൻ പോകുന്നുണ്ട്. അവരുടെ അച്ഛനന്മാർ അത് വിടുന്നത് തന്നെ അവർക്ക് ഭാവിയിൽ അവർക്കെതിരെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ പറ്റണം എന്നുള്ളതിലാണ്. അതിന് ഇന്നത്തെ കാലത്ത് പത്രവാർത്തകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായിട്ടുള്ള എത്രയോ ന്യൂസുകൾ കാണുമ്പോൾ അച്ഛനന്മാർക്കൊരു ഭയമുണ്ട്. അവർ പലരും തന്നെ എൻ്റെ മോള് കളരി പഠിക്കണം നല്ലത്, അവളെ സംരക്ഷിക്കാൻ അവൾക്ക് പറ്റണം എന്ന് ചിന്തിച്ച് കളരിയിൽ മക്കളെ വിട്ടേക്കണ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. നല്ല രീതിയിൽ അവർ പഠിക്കുന്നുണ്ട്, അവരുടെ മത്സരങ്ങളിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്, സമ്മാനം വാങ്ങുന്നുണ്ട്. ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കളരിയിൽ നമ്മൾ കാണുന്നുണ്ട്. സാർ, എന്നിപ്പോൾ നമുക്ക് ഈ കളരികൾക്ക് ഒരു അംഗീകാരം കേരള സമൂഹത്തിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും കളരികളും കളരിക്കാരും കേരളത്തിൽ അംഗീകരിക്കപ്പെടണം. അംഗീകരിക്കപ്പെടുന്ന പലതും ഇവിടെ വരുന്നില്ല. ഇന്നിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് കുറച്ച് സഹായങ്ങളുണ്ട്, സ്പോർട്സ് അതോറിറ്റിയെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് പോരാ. പിന്നുള്ളത് പ്രൈവറ്റായിട്ട് ഓരോ കളരികൾ, കളരിക്കാരുടെ ഗ്രൂപ്പുകൾ, കൂട്ടായ്മകൾ, അവർ സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം. ഇതിനപ്പുറത്തേക്ക് കളരി പഠന കേന്ദ്രം ഗവൺമെൻറ് കീഴിൽ തന്നെ വരണം. യൂണിവേഴ്സിറ്റികൾ അതിൽ കുറച്ചുകൂടെ അതിൻ്റെ ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതിനൊക്കെ അപ്പുറം കളരി വീരന്മാർക്ക് ഇവിടെ ഒരു അംഗീകാരം കിട്ടണം. കേരളത്തിൻ്റെ പാരമ്പര്യ കളരി വീരന്മാർക്ക് ഇവിടെ ഒരു സ്മാരകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുമ്പം ചിലയിടത്ത് ചില രാജാക്കന്മാരുടെ പ്രതിമകളൊക്കെ ഉണ്ട്, ചിലയിടത്ത് ചില ക്ലബ്ബുകളൊക്കെ ഉണ്ട് അവരുടെ പേരിൽ. ഇതിനപ്പുറത്തേക്ക് ഇതുപോലൊന്നു പോലും സത്യം പറഞ്ഞാൽ കളരി വീരന്മാരുടെ പേരിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ കേരള ഗവൺമെൻറ്റിന് വയ്ക്കുവാണെങ്കിൽ സാർ ഒരു
ആളുടെ മുന്നോട്ട് വയ്ക്കുന്ന പേരാരുടെ ആയിരിക്കും? എന്നോട് ചോദിച്ചാൽ ഏത് കളരി പ്രതിഭയാണ് കേരളം ആദരിക്കേണ്ടത് എന്നോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന പേര് ഉണ്ണിയാർച്ചയുടെ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, കേരളം സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമൂഹമാണ്. സ്ത്രീയാണ് ഇവിടെ അല്ല, മരുമക്കത്തായത്തിൻ്റെ നാട്. ഇവിടുത്തെ കേരളത്തിലെ ബ്രാഹ്മണേതരമായ മിക്ക സമൂഹങ്ങളിലും, നായന്മാരിൽ, ഈഴവരിൽ, പുലയരിൽ, ആദിവാസികളിൽ, തീയ സമുദായത്തിലെല്ലാം തന്നെ സ്ത്രീ പ്രാധാന്യം ഉണ്ടായിരുന്നു. സ്ത്രീകളാണ് മുന്നിൽ നിന്ന് കാര്യങ്ങൾ നയിച്ചിരുന്നത്. സ്വത്തിന് പോലും അവകാശമുള്ളവരായിരുന്നു. അപ്പോൾ അവർ കളരി പഠിച്ചിരുന്നു, പോരാടിയിരുന്നു. ഉണ്ണിയാർച്ച നോക്കുകയാണെങ്കിൽ നോക്കൂ, സ്വയം പ്രതിരോധിക്കുന്ന മലയാളി സ്വന്തം പെൺമക്കൾ കളരി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവർ സ്കൂളിൽ ഉണ്ണിയാർച്ചയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അവർ വടക്കംപാട്ടിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതുകൊണ്ടാണ്. ഉണ്ണിയാർച്ച അവർ കാണുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്ത് ഒതുങ്ങിപ്പോയ ഒരു ഹൗസ് വൈഫായിട്ടല്ല, പോരാളിയായിട്ടാണ്, സ്വയം പ്രതിരോധിച്ചവളായിട്ടാണ്, ഒപ്പമുള്ള സ്ത്രീകളെ രക്ഷിച്ചവളായിട്ടാണ്. ആ ഒരു പാരമ്പര്യമാണ് ഇവിടെ മുന്നിൽ നിൽക്കേണ്ടത്. ഉണ്ണിയാർച്ചയെ ആക്രമിക്കാമെന്നാർ, ഓക്കെ, ആ ചോദ്യം അത് നമുക്കതിൻ്റെ വഴിക്ക് വിടാം, എല്ലാവർക്കും അറിയാം. അതിനൊക്കെ അപ്പുറം ആരാക്രമിക്കാൻ വന്നാലും ഉണ്ണിയാർച്ചയ്ക്ക് സ്വയം പ്രതിരോധിക്കാൻ അറിയാമായിരുന്നു. സ്വയം പ്രതിരോധിക്കാൻ അറിയാവുന്ന ഉണ്ണിയാർച്ച തന്നെയാണ് കേരളത്തിൻ്റെ പ്രതീകം, ഇവിടുത്തെ സ്ത്രീകളുടെ പ്രതീകം. ആ പ്രതീകത്തിന് ഇവിടെ ഒരു സ്മാരകം വേണം. കേരളത്തിൽ കടത്തനാട്ടിലോ അല്ലെങ്കിൽ മറ്റു ഉചിതമായ സ്ഥലത്തോ നല്ലൊരു ഉണ്ണിയാർച്ച പ്രതിമ തന്നെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ണിയാർച്ചയുടെ പേരിൽ പഠനകേന്ദ്രം വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ണിയാർച്ച ക്ലബ്ബുകൾ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും വരണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓരോന്നിനെയും പെൺകുട്ടികൾ, കളരി പഠിച്ച് പെൺകുട്ടികളെ നയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായിട്ട്, പ്രതിരോധത്തിൻ്റെ പ്രതീകമായിട്ട്, സ്വയരക്ഷയുടെ പ്രതീകമായിട്ട് ഉണ്ണിയാർച്ചയെ മുന്നിൽ കൊണ്ടുവരണം. ആ ഉണ്ണിയാർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ കളരിക്ക് പ്രാധാന്യം, പഠനകേന്ദ്രങ്ങൾ, സ്മാരകം തുടങ്ങിയത് കൊണ്ടുവരണം. ഇതാണ് വേണ്ടത്.